ഹായ് കൂട്ടുകാരെ, ഇറ്റ്സ് മീ സൈനിയിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. 31-ാം തീയതി ഞാൻ എൻ്റെ സ്വന്തം നാടായ കരിമ്പനിലേക്കൊരു യാത്ര പോയതാണ്. അപ്പോൾ എടുത്ത വീഡിയോസാണ്. തൊടുപുഴയിൽ നിന്നും നമ്മൾ ചെറുതോണിക്ക് പോകുന്ന വഴിയിൽ ഏകദേശം ഒരു മൂലമറ്റം വരെ എല്ലാം ഷൂട്ടിംഗ് പ്ലേസസ് ആണ് കേട്ടോ. മിക്ക മലയാളം സിനിമകളിലും നമുക്ക് ഈ ഭാഗങ്ങളൊക്കെ കാണുവാനായിട്ട് കഴിയും. ഈ കാണുന്നത് അറക്കുളം സെൻറ്റ് ജോസഫ് കോളേജാണ്. വളരെ വേഗത്തിലാണ് വീഡിയോ മൂവ് ആവുന്നത്, കാരണം ഞാൻ ബസ്സിലിരുന്നു കൊണ്ടാണ് വീഡിയോസ് എടുത്തത് കേട്ടോ. അങ്ങനെ മൂലമറ്റത്തെത്തിയേ. അങ്ങനെ ബസ്സിലിരുന്ന് മുൻപോട്ട് പോകുമ്പോൾ നമുക്ക് അങ്ങകലെ വളരെ മനോഹരമായ മലനിരകൾ കാണാനായിട്ട് സാധിക്കും കേട്ടോ. ഇനി നമ്മൾ ചെല്ലുന്നത് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലേക്കാണ്. പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്നും കുറച്ചുകൂടി മുൻപോട്ട് പോയാൽ മാത്രമാണ് KSRTC ബസ് സ്റ്റാൻഡ് ഉള്ളത്. അപ്പോൾ അവിടെ ചെന്നിട്ട് ബസ് തിരിച്ച് വരും. തിരിച്ച് വന്നിട്ട് അശോക കവലയിൽ നിന്നും നേരെ മുകളിലേക്ക് ചുരം കയറി പോവുകയാണ്. ഇപ്പോൾ ബസ് തിരിച്ച് അശോക കവലയിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നും കയറിപ്പോകും. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ മുകളിലേക്ക് പോകുന്ന വഴിക്കാണ് കേട്ടോ നമ്മളുടെ സുശീല ചേച്ചിയുടെ നാടൻ ഭക്ഷണശാലയുള്ളത്. അതെല്ലാം ഫേമസ് ആയിട്ടുള്ള ഒരു കടയാണല്ലോ അവിടെ, ചേച്ചിയുടെ കട. അപ്പം അത് ഈ വഴിക്കാണുള്ളത്. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് നമ്മൾക്ക് പോയി കഴിയുമ്പം കുരുതിക്കുളം എത്തും. കുരുതിക്കുളത്ത് നിന്ന് നമ്മൾ തിരിച്ച് വെള്ളിയാമരത്തിനൊക്കെ പോകാനുള്ള വഴിയുണ്ട് കേട്ടോ. അവിടെ നിന്ന് നമ്മൾ മുകളിലേക്ക് കയറി പോകുമ്പോൾ നമുക്ക് ഒരു 12 വളവുകളുണ്ട്. ആ 12 വളവുകൾക്ക് ശേഷമാണ് നമ്മൾ കുളമാവിൽ എത്തിച്ചേരുന്നത്. അപ്പോൾ ഈ പോകുന്ന വഴിയിൽ വളരെ മനോഹരമായ കാഴ്ചകളാണ് കേട്ടോ. അങ്ങകലെ മലകളും താഴ്വാരവും താഴെ കൂടി ഒഴുകുന്ന പുഴകളും ഒക്കെ വളരെ മനോഹരമാണ് കാണുവാനായിട്ട്. നമ്മളിങ്ങനെ ബസ്സിൽ പോകുമ്പോൾ നമുക്ക് ഇത്രയൊക്കെ പകർത്താനായിട്ട് സാധിക്കത്തുള്ളൂ. പക്ഷേ നമ്മളുടെ വാഹനങ്ങളിൽ പോവുകയാണെങ്കിൽ അവിടെ ഇറങ്ങി നിന്ന് കാഴ്ചകളെല്ലാം കാണാൻ പറ്റും. ഈ പോകുന്ന വഴിക്കാണ് കേട്ടോ തുമ്പിച്ചിമലയുള്ളത്. എനിക്കൊത്തിരി ഇഷ്ടമുള്ളൊരു യാത്രയാണ് കേട്ടോ ഈ ഹൈറേഞ്ച് യാത്ര. വളരെ മനോഹരമായ കാഴ്ചകൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രകൃതി ഒത്തിരി സ്നേഹിക്കുന്നവർക്ക് ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു യാത്രയാണിത്. അങ്ങനെ വളവുകളെല്ലാം കയറി മുകളിൽ ചെല്ലുമ്പോഴേക്കും നാടുകാണിയായി. നാടുകാണി കഴിഞ്ഞ് നമ്മൾ മുൻപോട്ട് ചെല്ലുമ്പോൾ നമുക്ക് കുളമാവിൽ ഇങ്ങനെ ഒരു ലേക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ ലേക്കിന് തൊട്ട് മുൻപ് ഒരു സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ. അവിടെ ഇറങ്ങിയാൽ നമുക്കിത് കാണുവാൻ സാധിക്കും. ഇനി അടുത്ത സ്റ്റോപ്പ് കുളമാവിലാണ്. അപ്പോൾ ഈ ലേക്കൊക്കെ കടന്ന് ചെല്ലുന്നിടത്ത് 1-2 റെസ്റ്റോറൻറ്റുകളുണ്ട്. നല്ല ഫുഡൊക്കെ കിട്ടുന്ന നല്ല റെസ്റ്റോറൻറ്റുകളുണ്ട്. അത് കഴിഞ്ഞ് കുളമാവിൽ പോയി ബസ് തിരിച്ച് വന്നിട്ട് പിന്നീടുള്ള യാത്ര ഡാമിന് മുകളിലൂടെയാണ് കേട്ടോ. ഈ ഡാമിന് വളരെയധികം ചരിത്രങ്ങളുള്ള ഒരു ഡാമാണ്. ഈ ഡാം നിർമ്മിച്ചിരിക്കുന്നത് പെരിയാർ നദിക്ക് കുറുകെയാണ്. ഈ ഡാമിൻ്റെ ജലവൈദ്യുത നിലയം വന്നിട്ട് മൂലമറ്റത്താണ് ഉള്ളത്. അത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയൊരു വൈദ്യുത നിലയമാണ് കേട്ടോ. ഈ വെള്ളം കിടക്കുന്നതിനടിയിൽ നേരത്തെ ഒരു ഗ്രാമമുണ്ടായിരുന്നു. വൈരമണി എന്നാണ് ആ ഗ്രാമത്തിൻ്റെ പേര്. അങ്ങനെ വെള്ളം കയറി വന്നപ്പോഴേക്കും ആ ഗ്രാമം മൂടിപ്പോയി. അപ്പം അങ്ങനെ ഇവിടെയുള്ള ആളുകളെയെല്ലാം മാറ്റി പാർപ്പിച്ചു. ഇപ്പോഴും വെള്ളം കുറയുന്ന ആ സമയത്ത് നമുക്ക് ആ ഗ്രാമത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഒക്കെ കാണാനായിട്ട് സാധിക്കും കേട്ടോ. അവിടെ ഒരു പള്ളി ഉണ്ടായിരുന്നു. ആ പള്ളി ഇപ്പോൾ കുളമാവിലേക്ക് മാറ്റി സ്ഥാപിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് കുളമാവിനെ കുറിച്ചുള്ള കുറേയൊക്കെ ചരിത്രങ്ങൾ. വളരെ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഇവിടെ കുറേ ആളുകൾ താമസിച്ചിരുന്ന സ്ഥലമായിരുന്നു. ഇന്ന് കുളമാവ് ജസ്റ്റ് ഒരു വളരെ മൂകമായ ഒരു സ്ഥലമായിരുന്നു എങ്കിൽ അന്ന് വളരെ ആളനക്കമുള്ള നല്ലൊരു ഗ്രാമമായിരുന്നു. ഇവിടെ കുറേ കടകളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ നിന്ന് നല്ലൊരു വ്യൂ നമുക്ക് കിട്ടും. ഇതിന് അടിയിലായിരുന്നു ആ ഗ്രാമം എന്നാണ് പറയുന്നത്. അങ്ങനെ കുളമാവ് കഴിഞ്ഞ് നമ്മൾ വരുമ്പോൾ ഇവിടെ പാറമട എന്നൊരു ജംഗ്ഷനുണ്ട്. അവിടെ നിന്നും നമ്മൾ മുകളിലേക്ക് പോകുന്ന ഒരു വഴിയുണ്ട്. അതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഉപ്പുകുന്ന എന്ന സ്ഥലത്ത് ഉപ്പുകുന്ന വ്യൂ പോയിന്റിലൊക്കെ എത്താൻ കഴിയും. ഇനി നമ്മൾ നേരെ പുളിയമല റൂട്ടിലൂടെ നേരെ ചെറുതോണിക്ക് പോവുകയാണ്. ഇങ്ങനെ പോകുന്ന സമയത്ത് റോഡിൻ്റെ 2 വശങ്ങളിലും നമുക്ക് നിബിഡമായ വനമാണ് കാണുന്നത്. വളരെ വലിയ മരങ്ങൾ ഇങ്ങനെ ആകാശം മുട്ടെ വളർന്നു നിൽക്കുന്നുണ്ട്. വളരെ മനോഹരവും അതുപോലെ തന്നെ യാത്ര ചെയ്യുവാൻ നമുക്ക് നല്ല സുഖമാണ് കേട്ടോ. കാരണം നല്ല ശുദ്ധവായു ശ്വസിച്ചുകൊണ്ടുള്ളൊരു യാത്ര. നഗരങ്ങളിലൂടെയൊക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് വളരെ ബുദ്ധിമുട്ട് തോന്നാറുണ്ട് അല്ലേ. പക്ഷേ ഇതിലെയുള്ള ഈ യാത്ര വളരെ നല്ലതാണ്. നമുക്ക് നല്ല ശുദ്ധവായു ശ്വസിച്ചുകൊണ്ടുള്ള യാത്രയാണത്. തന്നെയുമല്ല പ്രകൃതി സ്നേഹികൾക്കും ടൂറിസ്റ്റുകൾക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു യാത്രയായിരിക്കും. പിന്നെ ആണെങ്കിൽ ഇത് വലിയ കാടാണെന്ന് പറഞ്ഞല്ലോ.
ചില ദിവസങ്ങളിലൊക്കെ ഇവിടെ ആന ഇറങ്ങാറുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ടൂ വീലറിലുള്ള യാത്ര അല്ലെങ്കിൽ ചെറിയ വാഹനങ്ങളിലുള്ള യാത്രയൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. ഇവിടെ എപ്പോഴും തണുപ്പാണ് കേട്ടോ. രാവിലെയും വൈകുന്നേരവും നല്ലതുപോലെ കോടമഞ്ഞ് വീണിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇതൊരു നിത്യഹരിതവനം അഥവാ എവർഗ്രീൻ ഫോറസ്റ്റ് ആണ്. നിത്യഹരിതവനത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഒരു ഗ്രൂപ്പ് മരങ്ങൾ ഇല പൊഴിക്കുമ്പോഴും മറ്റൊരു ഗ്രൂപ്പ് അത് ഇല പൊഴിക്കാതെ ഇങ്ങനെ പച്ചപ്പ് നിറഞ്ഞു നിൽക്കുന്നുണ്ടാവും. അങ്ങനെയുള്ള ഒരു വനമാണ് നമ്മളുടെ ഈ വനം. വനഭംഗി ഇഷ്ടമുള്ളവർക്ക് പറ്റിയൊരു യാത്രയാണ് കേട്ടോ. കുറേ മരങ്ങൾ ഇല പൊഴിച്ചും കുറേ മരങ്ങൾ ഇല പൊഴിക്കാതെയും പിന്നെ അങ്ങകലെ കാണുന്ന മലനിരകളും എല്ലാം വളരെ മനോഹരമാണ്. കുളമാവിൽ നിന്നും ഒരു 45 മിനിറ്റ് വനയാത്രയ്ക്ക് ശേഷം നമ്മൾ എത്തിച്ചേരുന്നത് കുയിലുമലയിലാണ്. അവിടെ ഗവൺമെൻറ് സ്ഥാപനങ്ങളുടെ ഒരു ശൃംഖല തന്നെയുണ്ട്. ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ്, പോളിടെക്നിക് കോളേജ്, കേന്ദ്രീയ വിദ്യാലയം, കളക്ട്രേറ്റ്, അതിൻ്റെ ഇതര സ്ഥാപനങ്ങൾ എല്ലാം ഈ ഒരു ഏരിയയിലാണ് കേട്ടോ. ഈ ഒരു സ്റ്റോപ്പിലാണ് കളക്ട്രേറ്റിലേക്ക് പോകാനുള്ളവരെല്ലാം ഇറങ്ങുന്നത്. തൊടുപുഴയിൽ നിന്നും രാവിലെ വരുന്ന ബസ്സിൽ നിറയെ തിരക്കായിരിക്കും. ഇങ്ങോട്ടുള്ള ജോലിക്കാരായിരിക്കും കൂടുതൽ. അങ്ങനെ നമ്മൾ പൈനാവിലെത്തി. ഇതാണ് ഇടുക്കിയുടെ ആസ്ഥാനം. നേരത്തെ ജില്ലാ ആശുപത്രി ഇവിടെ പൈനാവിലായിരുന്നു. ഇവിടെ നിന്നും പിന്നെ മാറ്റി ചെറുതോണിയിലേക്ക് സ്ഥാപിച്ചിട്ടുണ്ട്. ആ ആശുപത്രിയാണ് പിന്നീട് മെഡിക്കൽ കോളേജ് ആയി മാറിയത്. ഇവിടെ നിന്നും മുൻപോട്ട് പോകുമ്പോൾ വെള്ളാപ്പാറയിലെത്തും. അവിടെ കുറച്ച് ഗവൺമെൻറ് സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. ഇതെല്ലാം വനമേഖല തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ റോഡിന് താഴെയായിട്ട് നമുക്ക് ഡാമിലെ വെള്ളം കയറി കിടക്കുന്നത് കാണാം. അങ്ങനെ ഇവിടെ ഒരു ചെറിയൊരു കടയുണ്ട്. അതുപോലെ തന്നെ ഈ വെള്ളം കയറി കിടക്കുന്നത് കാണാനായിട്ട് ഉള്ള ഒരു സൗകര്യമൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അവിടെ നിന്ന് കുറച്ചുകൂടി മുൻപോട്ട് പോയാൽ നമ്മൾ ഹിൽ വ്യൂ പാർക്കിലേക്കുള്ള ആ ഒരു വഴിക്ക് എത്തിച്ചേരുന്നതാണ്. ഈ മെയിൻ റോഡിൽ നിന്നാണ് നമ്മൾ ഹിൽ വ്യൂ പാർക്കിന് തിരിഞ്ഞു പോകുന്നത്. അവിടെ കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റിയ സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതാ ഈ മരങ്ങൾക്കിടയിലൂടെ നോക്കുമ്പോൾ നമ്മൾക്ക് താഴെ ഡാമിൽ വെള്ളം കിടക്കുന്നതൊക്കെ കാണാനായിട്ട് പറ്റും. വളരെ മനോഹരമാണ്. അങ്ങനെ ഹിൽ വ്യൂ പാർക്കിലേക്ക് പോകുന്ന ആ ഒരു വഴിക്കെത്തി. ഇവിടെ ഒരു സ്റ്റോപ്പുണ്ട് കേട്ടോ. അവിടെ ഒരു കൊലുമ്പൻ്റെ ഒരു സ്മാരകവും കൂടിയുണ്ട്. അവിടെ നിന്ന് മുൻപോട്ട് പോകുമ്പോൾ പാറേമാവ് എന്നൊരു ജംഗ്ഷനുണ്ട്. അവിടെയാണ് ആയുർവേദ ഹോസ്പിറ്റൽ. അതും കഴിഞ്ഞ് താഴേക്ക് വരുമ്പോൾ ഈ കാണുന്ന ബിൽഡിങ്ങുകളൊക്കെ മെഡിക്കൽ കോളേജിൻ്റെയാണ് കേട്ടോ. ഇതാണ് കേട്ടോ ഇടുക്കി മെഡിക്കൽ കോളേജ്. ഇത് മെഡിക്കൽ കോളേജായിട്ട് വളരെ കുറച്ച് നാളുകൾ മാത്രമേ ആയിട്ടുള്ളൂ. അതിനു മുൻപ് ജില്ലാ ആശുപത്രിയായിരുന്നു. ഇത് മെഡിക്കൽ കോളേജായി മാറി എങ്കിൽ പോലും വളരെ സീരിയസ് ആയിട്ടുള്ള കേസുകെട്ടുകളൊക്കെ വരുമ്പോൾ അവരെയൊക്കെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്കൊക്കെ പറഞ്ഞു വിടാറാണുള്ളത്. അങ്ങനെ പലപ്പോഴും കോട്ടയത്തേക്കൊക്കെ റെഫർ ചെയ്യുന്ന രോഗികൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തിച്ചേരുന്നതിന് മുൻപേ മരിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അതൊക്കെ കൊണ്ട് എല്ലാ സൗകര്യങ്ങളും ഇടുക്കി മെഡിക്കൽ കോളേജിൽ തന്നെ ഒരുക്കി ഞങ്ങളുടെ ഇടുക്കിയിലെ ജനങ്ങളെ സംരക്ഷിക്കണം എന്നുള്ളതാണ് ഒരു ഇടുക്കിക്കാരി എന്ന നിലയിൽ എനിക്ക് ഗവൺമെൻറ്റിനോട് പറയാനായിട്ടുള്ളത്. ഇങ്ങനെ ഒരു സൗകര്യം ഇടുക്കിയുടെ ഹൃദയഭാഗത്ത് തന്നെ ഉണ്ടായിരുന്നിട്ടും മറ്റു പല ജില്ലകളിലെ ആശുപത്രികളെ ആശ്രയിക്കേണ്ടതായിട്ടുള്ള അവസ്ഥയാണ് ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്കുണ്ടാകുന്നത്. ആ ഒരു അവസ്ഥയ്ക്കൊരു മാറ്റമുണ്ടായാൽ എല്ലാ ആളുകൾക്കും അത് വളരെ ഉപകാരമായിരിക്കും. എനിക്ക് നല്ല ജലദോഷമായതുകൊണ്ടാണ് കേട്ടോ സൗണ്ടിനൊക്കെ ഒരു വ്യത്യാസമുണ്ട്. അങ്ങനെ ഇടുക്കി മെഡിക്കൽ കോളേജും കഴിഞ്ഞ് നമ്മളിനി ചെറുതോണിയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇത്രയും നാൾ എൻ്റെ വീഡിയോയൊക്കെ കണ്ട് എന്നെ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്ത് എല്ലാവരോടും ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ. തുടർന്നും നിങ്ങളുടെ ലൈക്കുകളും കമൻറ്റുകളും പ്രതീക്ഷിക്കുന്നു. നിങ്ങളെല്ലാവരും വീഡിയോ കാണണം. അങ്ങനെ താഴോട്ട് വന്നപ്പോൾ ഇതാ ഇവിടെ ഒരു ബിൽഡിങ്ങിൻ്റെ പണി നടക്കുന്നത് കണ്ടോ. ഇതാണ് നമ്മളുടെ KSRTC ടെർമിനലാണ്. ചെറുതോണി KSRTC ടെർമിനലിൻ്റെ പണി ഏകദേശം പൂർത്തിയായി വരുന്നു. അങ്ങനെ ഭാവിയിലേക്കുള്ള ചെറുതോണി KSRTC ടെർമിനലാണ് ഈ കാണുന്നത് കേട്ടോ. ഇവിടെയെല്ലാം കുറേ പോലീസുകാരും കുറേയധികം വണ്ടികളും ഒക്കെ നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നു. അതെന്താണെന്ന് തിരക്കിയപ്പോൾ അവിടെ എന്തോ സമ്മേളനമോ മറ്റോ നടക്കുമെന്ന് പറഞ്ഞു. ആ ദൂരെ കണ്ട കെട്ടിടമാണ് ചെറുതോണി പോലീസ് സ്റ്റേഷൻ. അങ്ങനെ മുകളിലത്തെ ജംഗ്ഷനിലെത്തി, ചെറുതോണി മുകളിലത്തെ ജംഗ്ഷനിലെത്തി. ഇനി എനിക്ക് ഇറങ്ങാനുള്ള സമയമായതുകൊണ്ട് ഞാൻ വീഡിയോ എടുപ്പൊക്കെ നിർത്തി. പിന്നെ ഇറങ്ങിയതിന് ശേഷമാണ് ഈ ഒരു ഭാഗം ഞാൻ വീഡിയോ എടുത്തത്. അതെടുക്കുന്നതിനൊരു കാരണമുണ്ട്.
കേരളത്തിലെ എല്ലാ ജനങ്ങളുടെയും മനസ്സിൽ പതിഞ്ഞ ഒരു ചിത്രമുണ്ട്. പ്രളയകാലത്ത് ഒരു അമ്മ കുഞ്ഞിനെയും കൊണ്ട് പാലത്തിലൂടെ ഓടുന്ന ഒരു കാഴ്ച നമ്മളെല്ലാവരും കണ്ടതാണ്. ആ ഒരു പാലമാണ് ഈ കാണുന്നത്. അതിനുശേഷമാണ് പുതിയ പാലമൊക്കെ പണിതത്. പിന്നെ ഞാൻ ഇപ്പുറത്തെ സൈഡിലെ വ്യൂ കൂടി എടുക്കാമെന്ന് കരുതി. പക്ഷേ അങ്ങ് അപ്പുറത്തെ സൈഡിലേക്കൊന്നും പോയില്ല കേട്ടോ. ഇനി ഇവിടെ നിന്നാണ് കേട്ടോ കട്ടപ്പന കുമളിയൊക്കെ പോകുന്നത്. പാലം കടന്ന് പോകുന്നത് കട്ടപ്പന, കുമളി, വണ്ടിപ്പെരിയാർ, തേക്കടി ഒക്കെ പോകുന്നത് ഈ റൂട്ടാണ് കേട്ടോ. അപ്പം ഇതാണ് ആ സൈഡിലെ ഒരു വ്യൂ. അങ്ങനെ ഞാൻ ബസ്സുണ്ടോ എന്ന് നോക്കി. തൊടുപുഴയ്ക്കുള്ള കുറേ ബസ്സുകളൊക്കെ കിടപ്പുണ്ട്. എന്നിട്ട് ഇപ്പുറത്തെ സൈഡിലേക്ക് കടന്നു വന്ന് നിന്നു. എനിക്ക് കരിമ്പനാണ് പോകാനുള്ളത്. അപ്പോൾ ഈ ഒരു വ്യൂ കൂടി ഞാൻ അങ്ങോട്ട് എടുത്തു കേട്ടോ. പിന്നെ ഞാൻ നേരെ പോയത് കരിമ്പനിലാണ്. ഇത് ഇടുക്കി രൂപതയാണ് കേട്ടോ. ഇതാണ് ഞങ്ങളുടെ കരിമ്പൻ. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഇനി നമ്മൾക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. ബൈ.